യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. രാജാവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏകനായിരുന്നു മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും നിനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വർഷത്തിന്റെ ആരംഭത്തെ കണ്ടതായ നമുക്ക് സ്തോത്രം. ഡിസംബർ മാസത്തിലേക്ക് കടക്കുവാനും അവസാന മാസത്തിലേക്ക് കടക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായി സ്തുതിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ 11 മാസക്കാലം ദൈവാതിശയമായി നമ്മെ പരിപാലിച്ചല്ലോ. ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പരിപാലനം, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് നന്ദിയോടെ ആയിരിക്കാം. ഈ മാസവും ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിപ്പാൻ, ദൈവിക വിടുതലുകൾ അനുഭവിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. ഈ പൽക്കാലം നമുക്കായി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവചനത്തിലേക്ക് കടന്നു വരാം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പൽക്കാലം പ്രിയ ദൈവപൈതലെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവപൈതലെ, ഈ പകൽക്കാലം നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രയാസങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ആ കർത്താവിലേക്ക് ഉറച്ചു നിൽക്കുന്ന, കർത്താവിൽ വിശ്വസിച്ച് നിൽക്കുന്ന ദൈവപൈതലാണോ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ഇടയാക്കത്തില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നിങ്ങളെ വിളിച്ചിറക്കിയതെന്ന ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു: യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകല. അങ്ങനെയൊക്കെ ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നീ കർത്താവ് എന്റെ വിടുതലിനു വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നു എന്നും ആ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഏത് വിഷയത്തിനും പരിഹാരം ആ കർത്താവിന്റെ പക്കൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോട് ഉറപ്പോടെ നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു കർത്താവുണ്ട്. നിന്റെ കരത്തിൽ പിടിച്ച് നിന്നെ താങ്ങുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. 2024 ആരംഭം മുതൽ ഈ നിമിഷം വരെ ചിലപ്പോ ചില വേദനകളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്ന് കാണും. എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച അനുഭവത്തിലായിരിക്കും ഈ സമയത്ത് നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളെ ലജ്ജിപ്പിക്കാത്തൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ള മുമ്പിൽ തല താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല. നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തല താഴ്ത്തി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമത്രേ നിന്നെ വിളിച്ചിറക്കിയത്. ആ കർത്താവ് നിന്നെ അന്ത്യത്തോളം നടത്തുവാനായിട്ട് ഇടയായിത്തീരും. നീ തകർന്നു പോകുമെന്ന് തോന്നുമ്പോഴും, നീ വീണു പോകുമെന്ന് തോന്നുമ്പോഴും അവിടെ കരം പിടിച്ച് നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ഏത് വിഷയത്തിന് പരിഹാരം ആ കർത്താവിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ വചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ, ആരിലെങ്കിലും വിശ്വസിച്ച് ഇല്ലെങ്കിൽ നമ്മളിലുള്ള എന്തെങ്കിലും
കണ്ട് വിശ്വസിച്ച് ഇറങ്ങിയല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിനകത്ത് എല്ലാം പരിഹരിപ്പാൻ കഴിയുന്നു, എൻ്റെ എല്ലാ രക്ഷകനാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് നിവായി കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? നിന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. നീ തകർന്നു പോകുവാൻ, നിരാശപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് അവിടെ നമുക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദൈവ പൈതൽ ലജിച്ചു പോകത്തില്ല എന്ന് പറയുന്നതിന് കാരണം വ്യക്തമായിട്ട് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയല്ല. പ്രിയ ദൈവ പൈതലേ സ്തോത്ര. ആ കല്ല് എന്ന് പറയുന്നത് യേശു കർത്താവിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്ന സ്തോത്ര. ആ കർത്താവിൽ നോക്കുന്ന ഒരു ദൈവ പൈതൽ, ആ ഇടർച്ചക്കല്ലെന്ന് പറഞ്ഞ ആ മൂലക്കല്ല്, കർത്താവാകുന്ന ആ മൂലക്കല്ലിലേക്ക് നോക്കിയ ഒരു ദൈവ പൈതൽ ഒരിക്കലും എന്ത് ചെയ്യുന്നു? ഓടിപ്പോകണം. അവിടെ വചനത്തിൽ പറയുന്നുണ്ട്, അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ല് വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. ആ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന മൂലക്കല്ലിനോട് ചേർന്ന്, ആ മൂലക്കല്ലിനോട് പറ്റിയിരുന്നു കൊണ്ടാണ് നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ആ കല്ലിലേക്ക് നോക്കിയവരാണെങ്കിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയല്ല. നീ പരാജയപ്പെട്ടു ഓടിപ്പോകുവാൻ, നീ നിരാശപ്പെട്ടു ഓടിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 50-ാം അധ്യായത്തിൽ ഒരു ദൈവ പൈതൽ എന്തുകൊണ്ട് അവർ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയുന്നതിന് വ്യക്തമായിട്ട് അവിടെ തിരുവചനത്തിൽ കാണുന്നു. 50-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്നു ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതൽ അറിയേണ്ട ഒരു കാര്യത്തെ എത്ര സ്തോത്രം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എന്തെന്ന് അവിടെ പറയുന്നു? യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ദൈവ പൈതലെ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഏത് പ്രതിസന്ധിയുടെ നടുവില, ഏത് പ്രയാസത്തിന്റെ മധ്യത്തിലും, ഏത് ചെങ്കടൽ പോകിലെ കടന്നു വരുന്ന വിഷയത്തിന്റെ നടുവിലും ആരും നിന്നെ സഹായിപ്പാനായിട്ടില്ല എങ്കിൽ, ആ വിഷയത്തിനകത്ത് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല എങ്കിൽ, നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഒരു ദൈവ പൈതൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം അവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. ആരും സഹായിച്ചില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, കർത്താവ് നിന്നെ സഹായിക്കും. നീ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? നിന്നെ സഹായിപ്പാനായിട്ട് മേഘാരൂഢനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. അതേ സ്തോത്ര. ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ സഹായം ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോ, എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യും, ഈ വിഷയത്തിന്റെ അവസാനം എന്തായിത്തീരും, എന്നെ ആര് സഹായിക്കുമെന്ന് ചോദിക്കുമ്പോ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, സ്വർഗ ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കർത്താവ് എന്നെ സഹായിക്കും. ഈ പൽക്കാലം എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്? എത്ര പേർക്ക് ബലപ്പെടുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. മനുഷ്യരുടെ സഹായമൊക്കെ വ്യർത്ഥമായി തീരാം. മനുഷ്യരുടെ സഹായങ്ങൾക്കൊക്കെ ഒരു അതിർവരമ്പുണ്ട്. എന്നാൽ അതിർവരമ്പുകളെ മറികടന്ന് നിന്നെ സഹായിപ്പാൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൽ നിന്ന് പറയാനായിട്ടുള്ള, നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. തക്ക സമയത്ത് കർത്താവിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാം. ഈ പൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. അടുത്തവിടെ നമുക്ക് ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകിയല്ല. നീ അമ്പരന്ന് പോകാൻ, വിഷയം കടന്നു വരുമ്പോ നീ അമ്പരന്ന് പോകുവാനായിട്ട് ഇടയാകത്തില്ല. നീ തകർന്നു പോകുവാൻ, അയ്യോ ഇതെന്തായി തീരുമെന്ന് ആകുലപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഉള്ളിൽ ഒരു ധൈര്യം, ഈ വിഷയത്തിനകത്ത് ആരൊക്കെ പറഞ്ഞാലും ഇതിനകത്തൊരു വിടുതലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആരൊക്കെ അത് നിന്ന് പറഞ്ഞിരുന്നാലും എന്റെ ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ഉറപ്പുള്ള ഒരു ദൈവ പൈതൽ ഏത് ചെങ്കടൽ കടന്നു വരട്ടെ അമ്പരന്ന് പോകത്തില്ല.
പ്രിയതേ മക്കളെ, നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ നമുക്കവിടെ വ്യക്തമായിട്ട് അത് കാണുവാനായിട്ട് സാധിക്കുന്നു. എബ്രായർ ബാലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ ദൈവത്തെ കുറിച്ച്. ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കത്തുള്ളൂ. സ്തോത്രം. അവരെ ദൈവം സ്തോത്രം മറ്റുള്ള മുമ്പിൽ ലജ്ജിക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. മറ്റുള്ളവരുടെ മുമ്പാകെ തകർന്നു പോകാനായിട്ട് ദൈവം വിട്ടുകൊടുത്തില്ല. അതേ സ്തോത്രം. നിങ്ങളെ ആരെ ഞങ്ങളെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള ചോദ്യം കടന്നു വന്നപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തെ സഹായിപ്പാൻ കഴിയുന്ന, അതിയുടെ ശക്തിയെ കെടുത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ചില കാര്യങ്ങളിലൊക്കെ കർത്താവിൽ വിശ്വസിച്ച് നീ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതൽ അവിടെ പതറിപ്പോകയല്ല. ചിലയിടത്ത് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. നീ ആ വിഷയത്തിന്റെ മധ്യത്തിൽ അമ്പരന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഈ 2024 ഡിസംബർ മാസത്തിലും പരിശുദ്ധാത്മാവ് നിന്നോട് കൈമാറാനായിട്ടുള്ളത്, നീ ചില വിഷയത്തിനകത്ത് അമ്പരന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തൊരു ദൈവ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. ഇവിടെ എബ്രായർ ബാലന്മാർക്കെതിരെ പ്രശ്നം കടന്നു വന്നു. അവർ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, അവർ മറ്റുള്ളവരെ തന്നെ ആരാധിക്കണമെന്നൊക്കെയും നമസ്കരിക്കണമെന്ന്, സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അവരില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു വെല്ലുവിളി തങ്ങളുടെ മുമ്പിൽ കടന്നു വരിക. രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദൈവൻ ആർ? ഹല്ലേലൂയ. ആ ചോദ്യത്തിന് മുമ്പിലും അവിടെ എബ്രായർ ബാലന്മാർ പതറിപ്പോയില്ല, അധൈര്യപ്പെട്ടു പോയില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതേ, തീച്ചൂളയുടെ ശക്തി വർദ്ധിക്കട്ടെ. ആ തീക്കകത്തുനിന്ന് മാത്രമല്ല, ആ നിയമത്തെ പാസാക്കിയ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇതാ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒരു ഉറപ്പ്, ധൈര്യം, വിശ്വാസം. പ്രതികൂലം കടന്നു വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകുന്നവന് വിടുതൽ കിട്ടത്തില്ല. നാം നടന്നു പോകുന്ന ഇടത്ത് വഴിയുടെ മധ്യത്തിൽ ഒരു വലിയ വെള്ളമുണ്ടെന്നിരിക്കട്ടെ, ഒരു കിണറിലേക്ക് ചെളിക്കെട്ടി കിടക്കുന്ന, മഴ പെയ്തിരിക്കുന്ന ആ വെള്ളമാണെന്ന് കണ്ടുകൊണ്ട് ഞാനും നിങ്ങൾ പിന്മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കലും ആ വെള്ളത്തിന്റെ അപ്പുറത്ത് അക്കരെ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വിടുതല് ഇല്ലെങ്കിൽ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയില്ല. പക്ഷേ കടന്നിരിക്കുന്ന വെള്ളത്തെ ഞാനും നിങ്ങൾ ഓവർകം ചെയ്ത് ഇതിനകത്ത് ഞാൻ തകർന്നു പോകാൻ, വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ഉറപ്പോടെ അതിന്റെ മീതെ കവിയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ അതിന്റെ മീതെ നടന്നു പോകുന്ന വ്യക്തിക്കാണ് അക്കരെ എത്തി ഒരുക്കി വച്ചിരിക്കുന്ന വിടുതൽ പ്രാപിക്കും കഴിയുന്ന. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ നാം കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ കഷ്ടത ഇല്ലെന്നല്ല, പ്രശ്നം ഇല്ലെന്നല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ജയം തരുക, നമ്മെ ബലപ്പെടുത്തുക, നമ്മെ ധൈര്യപ്പെടുത്തുക. ആ കർത്താവ് നമ്മുടെ കരത്തിൽ കൂടെയുണ്ട്. കർത്താവ് എന്നെ സഹായിക്കും എന്ന് ഉറപ്പോടെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പതറിപ്പോകില്ല, അമ്പരന്ന് പോകുകയില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കും. തീയുടെ ശക്തി അവർക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയെത്തീർന്നു. അവരെ ആ തീക്കകത്ത് ഇടാനായിട്ട് കൊണ്ടുപോയവർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ തീയുടെ ശക്തി കൊണ്ട് അവർ വെന്തു പോകുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ആ എബ്രായർ ബാലന്മാർ അതിനകത്ത് ഫ്രീ അനുഭവിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഒരു കേടും പറ്റാതെ ദൈവം പുറത്തെടുക്കുവാനായിട്ട് ഇടയെത്തുന്നു. ആ തീയുടെ ശക്തിയോ ആ തീയുടെ മണമോ അവരെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. ഇതാ കർത്താവിൽ ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതന്റെ പ്രത്യേകത. പ്രിയ ദൈവ പൈതലെ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിപ്പാ, നീ തകർന്നു പോകുക, നിന്റെ പരാജയം കാണുക, നിന്നെ തകർക്കുവാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ചിലടത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എന്നെ വിടുവിക്കും. പ്രതികൂലങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് തിരിച്ചു പറയുവാനല്ല, നെഗറ്റീവ് പറയുവാനല്ല, ഞാൻ ഇറങ്ങിത്തിരിച്ചത് വൃതമായി തീർന്നല്ലോ, ഇല്ലെങ്കിലും എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല, ഇതാണല്ലോ എന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചത്, ഇറങ്ങണ്ട എന്ന് പറയുന്ന പിറുപിറുപ്പിന് പകരമായിട്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ കർത്താവിനെ വിടുവിക്കും. ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന്
ഒരു ഉറച്ച തീരുമാനത്തോടെ നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിനകത്തുന്ന ആര് നിന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുമെന്ന് നിന്റെ മുമ്പാകെ കടന്നു വന്ന ചോദ്യങ്ങളില്ലേ, അതിന്റെ മുമ്പാകെ നിന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായി തീരുമോ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതേ ചോദിച്ച വ്യക്തിയെ കൊണ്ട് തന്നെ എന്റെ ദൈവം തമ്മിൽ അത് കാണിക്കുവാനായിട്ടെത്തുന്നു, പറയിക്കുവാനായിട്ടെത്തുന്നു. ആരാണോ വെല്ലുവിളി ഉയർത്തിയത് അവർ തന്നെ ഈ എബ്രായർ ബാലന്മാരെ വിടിയിപ്പാൻ ഇറങ്ങി നിൽക്കുന്ന ദൈവപുത്രന് തുല്യനായവനെ കാണുക. അവന്റെ കണ്ണുകളെ ദൈവം തുറന്നുവെങ്കിൽ നിന്നെ ആര് വിടുവിക്കുമെന്ന് ചോദിക്കുക. നീ ഇറങ്ങി തിരിച്ചില്ലേ? ഈ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചില്ലേ? പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തെ ആര് സഹായിക്കുമെന്നുള്ള വെല്ലുവിളിയുടെ ചോദ്യങ്ങൾ കടന്നു വരുമ്പോ നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നിന്റെ അരികത്ത് ഇറങ്ങി വന്ന് നിൽക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എന്റെ ദൈവം വലിയവനെന്ന് അവർ വാഴ്ത്തുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകല. എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ അമ്പരന്ന് പോകത്തില്ല എന്ന് പറയുന്ന കർത്താവ് സഹായിക്കും. നമ്മുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ഏത് വിഷയത്തെ സഹായിപ്പാൻ കഴിയും. നമ്മുടെ വശത്ത് ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തെ ഞാൻ നീ താങ്ങ, നീ അതുകൊണ്ട് ഭയപ്പെട്ടു പോകണ്ട. അതേ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരും, ഭാരങ്ങൾ കടന്നു വരും, പക്ഷെ നമ്മെ തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സഹായം നാം പ്രതീക്ഷിക്കാത്ത ഇടത്ത് കർത്താവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാം അമ്പരന്ന് പോകുകയില്ല. അടുത്ത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? നമ്മുടെ മുഖം വാടിപ്പോകും എന്നല്ല പറയുന്നത്. കർത്താവ് വിശ്വസിച്ച ദൈവ പൈതന്റെ മുഖം വാടാൻ അനുവദിക്കാത്ത ദൈവം, അതുകൊണ്ട് എന്റെ മുഖം തീക്കന്നല് പോലെ ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർ നോക്കും നമ്മുടെ മുഖം എങ്ങനെയായിരിക്കുന്നു എന്ന്. പ്രിയ ദൈവ പൈതലേ, നിന്റെ മുഖം നിരാശപ്പെട്ടിരിക്കാനല്ല, പ്രശ്നത്തിന്റെ മധ്യത്തിലും നിന്റെ മുഖം തീക്കന്നല് പോലെ ഇരിക്കണം. ഹല്ലേലൂയ. കാരണം ആ പ്രശ്നം കർത്താവ് അനുവദിക്കാതല്ല നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന. ആ പ്രശ്നത്തിനകത്ത് സഹായിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല് പോലെ ആക്കിയിരിക്കുന്നു. ഈ പകൽക്കാല ആ ഒരു പ്രത്യാശയോടെ നിനക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ടോ? ബലപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ടോ? നിന്റെ മുഖം തീക്കന്നല് പോലെ ആക്കുവാൻ. ഒരു തീക്കും നിന്നെ മുക്കിക്കളയുവാൻ വിട്ടുകൊടുക്കാത്ത ദൈവം, ഒരു നദിക്കും നിന്നെ മുക്കിക്കളയുവാൻ വിട്ടുകൊടുക്കാത്ത ദൈവം, ഒരു തീക്കും നിന്നെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ള. ആ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്റെ മുഖം വാടണ്ട. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിൽ അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതേ സ്തോത്രം. നീ ലജ്ജിപ്പാ ദൈവം അനുവദിക്കത്തില്ല. ആ കർത്താവിങ്കിലേക്കൊന്ന് നോക്കാമോ? കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയത്തിനും അവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകുകയല്ല. ഒരു ദൈവ പൈതൽ പറയേണ്ട ഒരു കാര്യം, ആ കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതൽ പ്രശ്നത്തിന്റെ മധ്യത്തിൽ അവന്റെ പ്രതികരണം ഇതായിരിക്കണമെന്ന യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. എന്താ? 4 കാര്യം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന് കാണുന്നു, കർത്താവ് എന്നെ സഹായിക്കുമെന്ന് പറയണം. അതുകൊണ്ട് എന്താ അവിടെ കാണുവാൻ സാധിക്കുന്നത്? ഞാൻ അമ്പരന്ന് പോകല, എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കും, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഈ പകൽക്കാലം നമുക്കും ചേർന്ന് പറയാൻ പറ്റുമോ? കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചില്ലേ? നിന്നെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ അമ്പരന്ന് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുഖം തീക്കല്ല് പോലെ നീ ആക്കി നിന്നുകൊള്ളുക. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് മീഖാ പ്രവാചകൻ പറഞ്ഞു, ഞാനോ യഹോവെങ്കിലേക്ക് നോക്ക്, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുക. കർത്താവിനായി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അതേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി
ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്ന ലജ്ജിച്ചു പോകേല എന്ന് നീ അറിയും. അങ്ങനെയെങ്കിൽ ഈ 2024 ഡിസംബർ മാസത്ത് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, നീ ലജ്ജിച്ചു പോകയില്ല എന്ന് നീ അറിയുന്ന ഒരു സമയമുണ്ട്. ചില വിഷയങ്ങൾ കടന്നു വന്നപ്പോ എവിടേക്ക് തോന്നില്ലേ, നീ ലജ്ജിച്ചു പോകും, നീ തല താഴ്ത്തി പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവൻ, കർത്താവിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതൽ ലജ്ജിച്ചു പോകത്തില്ല എന്ന് നീ അറിയും. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി, പ്രതീക്ഷക്ക് നഷ്ടപ്പെടുന്ന ഇടത്ത്, എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവമാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചതെന്ന്, നിന്റെ കുടുംബത്തെ വിളിച്ച് വേർതിരിച്ചതെന്ന് നീ അറിയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. നിങ്ങൾ അറിയും എന്താ അറിയാൻ പോകുന്നത്, ഞങ്ങൾ ലജ്ജിക്കത്തില്ല എന്ന്. യഹോവേ ദൈവം നമ്മുടെ ദൈവമെന്ന് ഒന്നുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ പറയത്തക്ക രീതി കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങിയവരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ലജ്ജിച്ചു പോയിട്ടില്ല. സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യായിറോസ് തന്റെ കുഞ്ഞുമകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, യായിറോസ് സാധാരണ ഒരു വ്യക്തിയല്ല, പള്ളിപ്രമാണിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ യായിറോസിന് വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ വിട്ടാ മതി. പക്ഷെ അതല്ല, അവനിലുള്ള വിശ്വാസം മറ്റാർക്കും ലഭിക്കില്ല. പ്രിയ ദൈവമക്കളെ, നാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളതാ. എനിക്കുണ്ടാകുന്ന വിശ്വാസമായിരിക്കില്ല ഇന്ന് നിങ്ങൾ ശബ്ദം കേൾക്കുന്നവർക്കുണ്ടായിരിക്കുന്നത്. അത് ദൈവവുമായിട്ട് ബന്ധത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിന്മേൽ പകരപ്പെടുന്ന ഒരു വിശ്വാസത്തിന്റെ തലങ്ങളുണ്ട്. അത് കണ്ടുകൊണ്ട് നാം മറ്റുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. അവർ നമ്മെ കളിയാക്കും, നമ്മെ പരിഹസിക്കും. നമ്മൾ ഉള്ളിൽ ഒരു വിശ്വാസം കത്തിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിനകത്ത് ഞാനും നിങ്ങളും എന്താണ് ചെയ്യണം, അതിന് ഞാനും നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കണം. അതിന് മറ്റൊരാളിനെ പകരക്കാരായിട്ട് വിടുകയല്ല. അവിടെ പ്രശ്നം വലുതാണ്. ആ കുഞ്ഞ് ഏത് സമയത്തും മരിക്കാൻ സാധ്യതയുണ്ട്. അത്യസന്ന നിലയിലാണ്. അവസാന സ്റ്റേജ് കൂടെ നിൽക്കേണ്ട വ്യക്തിയായി യായിറോസ്. പക്ഷേ അതിനേക്കാൾ വലുതായിട്ട് തന്റെ ഉള്ളിൽ ഒരു ഉറപ്പ് വന്നു, ഒരു വിശ്വാസം വന്നു. ഈ വിഷയത്തെ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിക്കുമെന്ന്. അങ്ങനെ യായിറോസ് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് യേശു കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുഞ്ഞുമകൾ മരണാസന നിലയിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്നു അവിടെ മേൽ കൈവെക്കണമേ എന്ന്. അവന്റെ വിശ്വാസം എന്താ? യായിറോസിന്റെ വിശ്വാസം എന്താണ്? കുഞ്ഞു മരിക്കാറായി, ശരിയാ, ഓക്കെ. എന്നാൽ യേശു കർത്താവ് കടന്നു വന്നിട്ട് അവളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, അവിടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ അവിടെ ജീവിതത്തിന്റെ ആ ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് അവൾ പുറത്തു വരുമെന്ന് തന്റെ ഉള്ളിൽ കടന്നു വന്ന ഒരു വിശ്വാസത്തിന്റെ തലത്ത് അവൻ യേശുവിന്റെ കാൽക്കാൽ വന്ന് വീഴുവാൻ തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ കർത്താവിൽ വിശ്വസിച്ചിട്ട് നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നം കടന്നു വരുമ്പോ നീ മറ്റൊരാളിനെ ആശ്രയിക്കാതെ നിന്റെ ഉള്ളിൽ എന്താണോ വിശ്വാസം ജ്വലിക്കുവാനായിട്ട് ഇടയായി തീർന്നത്, ആ ജ്വലിക്കുന്നതിനകത്ത് വേണ നീ അതിനെ പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്ന അതിനെ പ്രകാശപൂർണമാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നവും കർത്താവിലേക്ക് കടന്നു വന്ന നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു കർത്താവല്ല, നിന്റെ തല താഴ്ത്തുന്ന ഒരു കർത്താവല്ല. അതിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരാം. ഭവനത്തിൽ നിന്ന് മറ്റൊരു വ്യക്തി കടന്നു വന്നു, ഇനി കർത്താവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചു പോയി, അവിടെയും എന്റെ കർത്താവിനെ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, നീ കടന്നു പോ എന്നല്ല പറഞ്ഞത്. ഈ വിശ്വാസത്തെ കണ്ടതായ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്ക. ഓ ജീസസ്, ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, ചില വിഷയത്തിനകത്ത് കർത്താവിൽ നിന്നൊരു വിടുതൽ ലഭിക്കുമെന്ന് നീ കടന്നു വന്നില്ലേ, എന്നാൽ ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോ പലരും നിന്നോട് പറയുന്നില്ലേ, ഇനി നീ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഇനി ആ വിഷയത്തെ വിട്ടുകളെ, അത് കഴിഞ്ഞു പോയി,
അത് തീർന്നു പോയി. പ്രിയ ദൈവ പൈതലേ, എന്ന പരിശുദ്ധാത്മാവൻ നിന്നോട് പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ ചെയ്ത ഒറ്റ കാര്യം, നീ കർത്താവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന കർത്താവ് അത്ര നമ്മുടെ കർത്താവ്. നിന്റെ ജീവിതത്തിൽ ഏത് വലിയ വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തെ ഉയർപ്പിച്ചു തരുവാൻ, ആ വിഷയത്തിനകത്ത് പരിഹാരമില്ല എന്ന് പറയുമ്പോൾ ചില വിഷയത്തിന്റെ പരിഹാരം കണ്ടിട്ട് അത്രേ കർത്താവ് നിന്നെ അതിനകത്ത് വിടുന്നത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം മാനസികമായി നോക്കി ഒരു പരിഹാരം കാണത്തില്ലായിരിക്കും, എല്ലാം അസ്തമിച്ചു തീർന്നു. പക്ഷേ മാനസികമായി പരിഹാരം ഇല്ലാത്ത വിഷയങ്ങൾക്കും പരിഹാരനായിരിക്കുന്ന ഒരു കർത്താവ്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. ഈ പൽക്കാലം കർത്താവിൽ വിശ്വസിച്ച് നീ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കുടുംബമേ, നീ വിഷയങ്ങളുടെ നടുവിൽ കർത്താവിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ കാൽക്കൾ വീഴുന്നുണ്ടെങ്കിൽ, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പള്ളി പ്രമാണിയാ, കർത്താവിന്റെ വന്ന് ഒന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ എന്ത് ചെയ്തു? വന്നു, അവനെ കണ്ടു, കാൽക്കൾ വീണു. ഈ പകൽക്കാലം നമ്മുടെ മുമ്പിലുള്ള ചില പദവികളെ നമുക്ക് വിട്ടുകളഞ്ഞിട്ട് കർത്താവിലേക്കൊന്ന് സറണ്ടർ ചെയ്യാൻ കഴിയുമോ? അപ്പ ഞാൻ ഒന്നുമില്ല. അവിടെ യായിറോസ് തന്റെ പദവികളെല്ലാം മറിച്ച് മാറ്റി. യേശുവിന്റെ കൂടെ ഒത്തിരി പുരുഷാരമുണ്ട്, പക്ഷേ അവർ ഒന്നും നോക്കാതെ താൻ യേശുവിന്റെ കാൽക്കൾ വന്ന് വീണു. അപ്പോൾ തന്നെ മറ്റുള്ളവർ കളിയാക്കി കാണും, പരിഹസിച്ച് കാണും. അതിനെ തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വീണ്ടും ആ കുഞ്ഞു മരിച്ചു പോയെന്നുള്ള വർത്തമാനം. പക്ഷെ അവിടെയും യായിറോസ് ആ ധൈര്യപ്പെട്ടു പോയില്ല. തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, താൻ ആരുടെ അടുക്കലാണ് വന്നതെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് കടന്നു വരുമ്പോ നാം കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, കർത്താവിലുള്ള വിശ്വാസം ഒന്നുകൂടെ മുറുകെ പിടിക്കുക. അവിടെ കാണുവാൻ സാധിക്കുന്ന യായിറോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നുപോയി. ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് അവരുടെ കരത്തിൽ കൊടുത്ത്, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അത് മരിച്ചു കൊള്ളട്ടെ, തീർന്നു കൊള്ളട്ടെ, ആ സബ്ജക്റ്റ് എഴുതി തള്ളിക്കൊള്ളട്ടെ, ആ ഫയൽ ക്ലോസ് ആയിക്കൊള്ളട്ടെ. നീ കർത്താവിൽ വിശ്വസിക്കുന്നു, ഈ പകൽക്കാലം പറയട്ടെ, നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു കർത്താവുണ്ട്. കാരണം നീ ഇറങ്ങി തിരിച്ചപ്പോ, യായിറോസ് ആ ഭവനത്തിനകത്തുനിന്ന് വേഗത്തിൽ ഇറങ്ങി വന്നപ്പോ പലരും ചോദിച്ചു കാണും, എവിടെ പോകുന്നു യായിറോസ്? കുഞ്ഞുമകൾ ഈ സിറ്റുവേഷനിലല്ലേ നിൽക്കുന്നത്, നീ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടതല്ലേ? അപ്പൊ യായിറോസിന് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, ഇങ്ങനെ സിറ്റുവേഷൻ നിൽക്കുമ്പോഴും ഒരാളടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം കിട്ടും. ഹല്ലേലൂയ. നീ ചിലയിടത്ത് ചില വാക്കുകൾ പറഞ്ഞിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചില വിഷയത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിഷയത്തിനകത്ത് കർത്താവ് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യും, എന്നെ കർത്താവ് സഹായിക്കും എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾക്കെല്ലാം പറയട്ടെ, നീ അമ്പരന്ന് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മുഖം തീക്കനൽ പോലെ കർത്താവാക്കും. നീ ലജ്ജിച്ചു പോകയില്ല. ഇപ്പോൾക്കെല്ലാം ധൈര്യപ്പെടുവാൻ കഴിയുമോ? ബലപ്പെടുവാൻ കഴിയുമോ? കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ഭാഗത്ത് തന്നെ നമുക്ക് മറ്റൊരു ഭാഗം കൂടെ കാണുവാൻ സാധിക്കുന്നു. 18 വർഷമായിട്ട് രക്തസ്രാവത്താൽ ബാധിതയായിരിക്കുന്ന സ്ത്രീ, അവിടെ ജീവിതത്തിൽ ഏറിയൊന്ന് സഹിച്ചു, ഏറിയ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് കടന്നുപോയി. പക്ഷെ അവൾ കേട്ട ഒരു വാർത്ത യേശുവിനെ പറ്റി, അവിടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസം കടന്നു വന്നു. ആ വിശ്വാസത്താൽ അവിടെ മുമ്പിൽ നിന്ന് ബൗണ്ടറിയിൽ നിന്ന് നോക്കിയില്ല. അവൾ രക്തസ്രാവമുള്ള സ്ത്രീയാ, അവൾക്ക് സമൂഹത്തിന്റെ മധ്യേ ഇറങ്ങുവാൻ വിലക്ക. സമൂഹം അവളെ വിലക്ക് കൽപ്പിച്ചിരിക്കുമ്പോ, ആരും അവളെ സഹായിപ്പാനില്ലാതിരിക്കുമ്പോഴും നമ്മൾ ഓർത്തുകൊള്ളും, 18 വർഷമായിട്ട് അവൾ അനുഭവിക്കുന്ന രോഗമാണ്. അവളുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ അത്രത്തോളമുണ്ട്. പക്ഷെ അതിന്റെ നടുവിലും അവൾ എത്തിയും വലിച്ചും കർത്താവിനെ ചെന്നൊന്ന് തൊട്ടു, കർത്താവിന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ ഉള്ളിനകത്ത് കടന്നു വരുന്ന വിശ്വാസം എന്താണ്? അതിനകത്ത് നീ മൂവ് ചെയ്യാൻ തയ്യാറായ, അതിനകത്ത് നീ പ്രതികരിക്കുവാൻ തയ്യാറായാൽ അതിനെ മുദ്രയിടുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആ സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. വേണമെങ്കിൽ ആ സ്ത്രീക്ക് സൗഖ്യം പ്രാപിക്കാതെ പോകാം, പക്ഷേ
യേശു കർത്താവ് പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടു. ഹല്ലേലൂയ. അവൾ പരസ്യപ്പെടുത്തി. കാരണം എന്താ? അവളെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല എന്ന് ഡോക്ടർമാർ കൈവിട്ട കേസാ. സമ്പത്ത് കൊണ്ടല്ല അവളെ ട്രീറ്റ്മെന്റ് ചെയ്തു, നോക്കി, പലത് ചെയ്തു. പക്ഷേ അവരൊക്കെയും കൈവിട്ട് കളഞ്ഞപ്പോഴും, അവളൊക്കെയും ഇവളെ മാറ്റി നിർത്തിയപ്പോഴും, ഇവളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെന്ന് കർത്താവിന് മറ്റുള്ളവരുടെ മുമ്പേ തെളിയിച്ചു കൊടുത്തു. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിലേക്ക് നോക്കിയ ദൈവ പൈതലെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തല താഴ്ത്തുന്ന ഒരു ദൈവമല്ല. ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. അവിടെ കാണുവാൻ സാധിക്കുന്നു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായെന്ന് അറിയുവാനായിട്ടിടയായി തീർന്നു. അവിടെ സ്ത്രീ സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വന്ന് വസ്തുത ഒക്കെ യേശുവിനോട് പറയാനായിട്ടിടയെ തീർന്നു. എന്നിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൾ അവനോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം എന്തായിരുന്നു? യേശുവിന്റെ വസ്ത്രത്തിലൊന്ന് ചെന്ന് തൊട്ടാൽ, ഓ ജീസസ്, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഇന്ന് വലുതായിരിക്കാം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ കാൽക്കൽ നിനക്കൊന്ന് വിടാമോ? കർത്താവിന്റെ വസ്ത്രത്തിലൊന്ന് തൊടാൻ കഴിയുമോ? ഈ കർത്താവ് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു കർത്താവുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. റോമർക്കെതിരെ ലേഖനത്തിൽ കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതി ചേർത്തു, അതെ, അവനെ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ചെറുതെന്നോ വലുതെന്നോ അവിടെ തുറന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുത്തൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണൻ സമ്പന്നനാകുന്നു. പ്രിയ ദൈവമക്കളെ, നീ പണക്കാരനെന്നോ പണമില്ലാത്തവനെന്നോ, നീ വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നുള്ള ഒരു വ്യത്യാസമില്ല. ആര് കർത്താവിന്റെ മുമ്പിൽ വരുന്നുവോ, ആരാ കർത്താവിൽ വിശ്വസിക്കുന്നുവോ, ഹൃദയം കൊണ്ട് കർത്താവിനെ വിശ്വസിക്കുന്നുവോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. എൻ്റെ അപ്പൻ സമ്പന്നനാ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവാ. അവരെ കുറിച്ചാ കർത്താവ് ഇവിടെ പറഞ്ഞത്. ആ കർത്താവിൽ വിശ്വസിക്കുന്നവന് ഒരുത്തനെ ലജ്ജിച്ചു പോകുകയില്ല. നീ ചിലതിനകത്തുനിന്നൊക്കെയും ഈ യേശു കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു വന്നില്ലേ? ഇന്ന് ചിലപ്പോൾ പ്രശ്നത്തിന്റെ നടുവിലായിരിക്കും നീ നിൽക്കുന്നത്. നിന്റെ മടങ്ങിച്ചെല്ലല് നോക്കി കാത്തിരിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ അവരുടെ മധ്യത്തിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആ മൂലക്കല്ലായിരിക്കുന്ന ആ കർത്താവിലേക്ക് നോക്കിയവർ ആരുണ്ടോ അവർ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിപ്പാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലും ആ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പൽക്കല ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിൽ പറയുന്ന ആകയാ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ എന്റെ വിഷയം വലുതാണ്, പക്ഷെ അതിനകത്തുനിന്ന് പരിഹരിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഉള്ളിൽ ലഭിക്കുന്ന പ്രേരണ കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, അതിനകത്തുനിന്ന് കർത്താവ് ഒരു വിടുതൽ തരും. നീ മറ്റുള്ള മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ഇതായി നമുക്ക് കാണുവാനായിട്ട് ഞാൻ പറയുവാനായിട്ട് ഇടയത്തീർന്നു. പഴയ നിയമത്തിൽ
എബ്രായർ ബാലന്മാർ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. അവരുടെ ദൈവത്തെ അവർ വാഴ്ത്തുവാനായിട്ടിടയെ തീർന്നു. ഇവരുടെ ദൈവത്തെ ആരാധിക്കാവോ എന്ന് പറയുവാനായിട്ടിടയെ തീർന്നു. അത് നിന്നെ ആര് വിടുവിക്കുമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ആ വ്യക്തിയുടെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തു. നമുക്കിവിടെ തിരുവചനത്തിൽ പുതിയ നിയമത്തെ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന യായിറോസിന്റെ വിഷയത്തിനകത്ത് 18 വർഷക്കാലം രക്തസ്രാവമായിരുന്ന സ്ത്രീയുടെ വിഷയത്തിനകത്ത് അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല എങ്കിൽ ഈ പകൽക്കാലവും പ്രിയ ദൈവ പൈതലേ, നിന്റെ വിഷയം എത്ര തന്നെ വലുതായിക്കൊള്ളട്ടെ, നീ കർത്താവ് എന്നെ വിടുവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതുപോലെ 50-ാം അധ്യായത്തിനകത്ത് വായിച്ചു വച്ചതുപോലെ കർത്താവ് എന്നെ സഹായിക്കും. പറയാമോ, ചില വിഷയത്തിനകത്ത് അസാധ്യമായിരിക്കുന്ന വിഷയമായിരിക്കാം, യാതൊരു പ്രതീക്ഷയുമില്ലാത്തിരിക്കുന്ന വിഷയമായിരിക്കാം, എന്നാൽ ആ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് പറയാമോ, കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല, എന്റെ മുഖം തീക്കന്നെ പോലെ ഞാൻ ആക്കും, ഞാൻ ലജ്ജിച്ച് പോകുകയില്ല. ഇതാ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരേണ്ട വാക്കുകൾ ഹല്ലേലൂയ, പിറുപിറുക്കുകയല്ല, നിരാശപ്പെട്ടു പോകുകയല്ല, തകർന്നു പോകുകയല്ല, പറയണ കർത്താവിനെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. അത് അവിടെ വചനത്തിൽ നമുക്ക് ആ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന്റെ സകല ശത്രുക്കളും കണ്ട് ഭയപ്പെടുവാനായിട്ടിടയെത്തുന്നു. എന്റെ ദൈവത്തിന്റെ സഹായത്ത ഇത് സാധിച്ചു എന്ന് അവർ ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നുവെങ്കിൽ എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ചിലത് സാധിച്ചു എന്ന് നിന്റെ ശത്രുക്കൾ കാണുവാനായിട്ടിടയെത്തിര, നിന്നെ പകയ്ക്കുന്നവർ കാണുവാനായിട്ടിടയെത്തിര, നിന്നെ ലജ്ജ കാണുവാൻ നോക്കി നിൽക്കുന്നവർ, നിന്റെ തലമേ തീക്കനൽ കുന്നിപ്പിക്കുമെന്ന് പറഞ്ഞ് നിന്റെ തലയെ താഴ്ത്തിക്കളയുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവർ ഹല്ലേലൂയ, നിന്റെ പരാജയമല്ല കാണാൻ പോകുന്നത്, നിന്റെ തോൽവിയല്ല കാണാൻ പോകുന്നത്, നിന്റെ തല ഉയർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ സഹായിപ്പാനായിട്ട് മേഘാരൂഢനായി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് എന്ന്, ആ ദൈവം നിന്നെ സഹായിച്ചു, നിന്നെ ചില വിടുതലിലേക്ക് എത്തിച്ചു എന്ന് പറയിപ്പിക്കത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച പ്രിയ ദൈവ പൈതലെ, പ്രിയ കുടുംബമേ, ചിലപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും ഇറങ്ങിത്തിരിച്ചത്, നീ ചിലപ്പോൾ നിന്റെ കുടുംബം ഒറ്റയ്ക്കായിരിക്കും നിന്റെ ആ വലിയ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. പലരും നിന്നെ നിന്ദിക്കുന്നുണ്ടായിരിക്കാം, ഇന്നലേക്ക് നാളെ നീ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ആ കാത്തിരിക്കുന്നവർ ഉണ്ടായിരിക്കാം, നിനക്ക് തരേണ്ടതിനൊക്കെ മുടക്കി കളഞ്ഞു കാണുമായിരിക്കും. പക്ഷേ അവരുടെ മുമ്പാകെ ചെന്ന് നീ കൈ നീട്ടാൻ ദൈവം ഇടയാക്കത്തില്ല. എന്റെ കർത്താവ് സമ്പന്നന. ഹല്ലേലൂയ. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ അവരെ സഹായിപ്പാൻ തക്കവണ സമ്പന്നനായിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമ്പന്നതയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്റെ കുറവുകളെ തീർത്ത് തരുവാനായിട്ടിടയെത്തിരും. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയോ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണ ക്രിസ്തു യേശുവെ തീർത്ത് തരാ. നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി നിൽക്കുക. നീ മറ്റുള്ള മുമ്പ് എന്തെങ്കിലും എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൈനീട്ടി നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സഹായകൻ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമത്രേ. അങ്ങനെയെങ്കിൽ ആ കർത്താവ് വിശ്വസിക്കുന്ന ദൈവ പൈതൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നുപ്പാ. ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നുപ്പാ. അങ്ങയിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകലെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിച്ചു, ഞങ്ങളെ ഗ്രഹിച്ചു കർത്താവേ. അപ്പാ, ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇവര് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അതിന്റെ മധ്യത്തിൽ ഈ പകൽക്കാലം വിശ്വാസത്തോടെ ഇവര് നിൽക്കട്ടെ കർത്താവേ. അപ്പാ, കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകല, എന്റെ മുഖം തീക്കനല് പോലെ ഞാൻ ലജ്ജിച്ചു പോകല. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന് വെളിപ്പെടട്ടെ. ചില ലജ്ജാ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവേ. ഇവരെ തല ഉയർത്തണം. ഏത് വിഷയത്തിനകത്താണ് ഇവർ ലജ്ജിക്കപ്പെടുമെന്ന് പറഞ്ഞു ഭയപ്പെടുന്നുവോ ആ വിഷയത്തിനകത്ത് എന്റെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ.
കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം. ജനത്തിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കണം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേയ്ക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.